ഇടുക്കി നെടുങ്കണ്ടത്ത് കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ യൂണിറ്റ് സമ്മേളനവും ലൈഫ് ലൈൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി.എസ്. മീരണ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷന്റെ യൂണിറ്റ് വാർഷിക പൊതുയോഗവും യൂണിറ്റിലെ ലൈഫ് ലൈൻ പദ്ധതി ഉദ്ഘാടനവുമാണ് നടന്നത്. അസോസിയേഷൻ രൂപീകരിച്ച് 40-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഓരോ അംഗങ്ങളുടെയും കുടുംബ ഭദ്രതയ്ക്കായി പ്രാവർത്തികമാക്കുന്ന ലൈഫ് ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരായുഷ്കാലം അത്രയും വർക്ക്ഷോപ്പ് മേഖലയിൽ പണിയെടുത്തിട്ടും ഒന്നും മിച്ചം വയ്ക്കുവാൻ കഴിയാത്തവരാണ് ഭൂരിഭാഗം തൊഴിലാളികളും. ജീവിത സാഹചര്യത്തിൽ രോഗപീഡനത്താലും മറ്റും കഷ്ടപ്പെടുമ്പോൾ കൈത്താങ്ങാകുകയാണ് ലൈഫ് ലൈൻ പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നിസാർ എം കസിം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. സമ്മേളനത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വയനാട് ദുരന്തത്തിൽ സഹായമാകുവാൻ തന്റെ 3 ദിവസത്തെ വേതനം നൽകിയ സജിയാശാനെയും ചടങ്ങിൽ ഭാരവാഹികൾ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് പി വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് ടി വി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളായ ബി സുനിൽകുമാർ, പി കെ സനൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.